ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പീനട്ട് ചോക്കോ ബ്രൗണി ഉണ്ടാക്കിയാലോ? ഈ റെസിപ്പി പീനട്ടും ചോക്കോയും മാത്രമല്ല കേട്ടോ, ഇതിനകത്ത് വേറൊരാളും കൂടി ഉണ്ട്. അത് ഈ വീഡിയോ മൊത്തത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നേ. എന്നിട്ടൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് ഒരു 6 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി സെലക്ട് ചെയ്യണേ. ഞാനിവിടെ ബേക്കേഴ്സിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു 300 ml പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. വിസ്കില്ലെന്നും പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട കേട്ടോ, സ്പൂൺ ഉപയോഗിച്ചാലും മതി. ഇനി ഈ മിശ്രിതം കട്ട കെട്ടാതെ നന്നായി തുടർച്ചയായി ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. പിന്നൊരു കാര്യം, പാൽ ആദ്യമേ എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പതുക്കെ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് തന്നെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. പാല് മൊത്തത്തിൽ ആദ്യമേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൊടികൾ നന്നായിട്ട് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ നന്നായി കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനകത്ത് ഒരു 1.5 സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി അത് കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി കുറച്ച് കപ്പലണ്ടി റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേനും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. കപ്പലണ്ടി അധികം കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. കരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും ഈ ബ്രൗണിക്ക്. ഇനി ഒരു കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഇടികല്ല് ഉപയോഗിച്ചോ നമ്മൾ ഈ കപ്പലണ്ടി ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കും. നമ്മൾ മിക്സിക്കകത്ത് ഇട്ട് കഴിയുമ്പോൾ മൊത്തത്തിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കത്തി ഉപയോഗിച്ച് ആ ചെറിയ ചൂടോട് കൂടി തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കപ്പലണ്ടി എടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് ഇട്ട് കൊടുക്കണം. കപ്പലണ്ടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വലിയ രീതിക്കൊന്നും ഞാൻ ഈ കപ്പലണ്ടി ക്രഷ് ചെയ്തിട്ടില്ല കേട്ടോ. ചിലത് മുഴുവൻ പീസുകളായിട്ടും ചിലതല്ലാതെയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടൊരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഈ റോസ്റ്റ് ചെയ്ത പീനട്ട് ഇങ്ങനെ ചേർക്കുമ്പം ആ ബ്രൗണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടും. ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നത് നമ്മുടെ ബ്രൗണിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാനായിട്ട് സഹായിക്കും. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ മൂന്നാമത്തെ ആള്. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ പീനട്ടും ചോക്കോയും അല്ലാതെ വേറൊരാളും കൂടെ ഉണ്ടെന്ന്. ഇതിൻ്റെ പേര് പീനട്ട് ചോക്കോ ബ്രൗണി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ രണ്ടുപേരെ ആദ്യം പറഞ്ഞത്. ബിസ്ക്കറ്റാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ബിസ്ക്കറ്റ് തിരഞ്ഞെടുക്കുമ്പം അധികം ഫ്ലേവേർഡ് അല്ലാത്ത ആരോ റൂട്ടിൻ്റെയോ അല്ലെങ്കിൽ മാരിഗോൾഡിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബിസ്ക്കറ്റ് തിരഞ്ഞെടുക്കാൻ നോക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ്. ഏകദേശം 20 ബിസ്ക്കറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട്. അവ ഓരോന്നും കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണേ. ഡബിൾ ബോയിൽ ചെയ്യുമ്പം ഇതേപോലെ എന്തെങ്കിലും ഒരു ഗ്ലാസ് ബൗളിൽ എടുക്കാൻ നോക്കണം. ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പകുതി മാറ്റി വെച്ചിരിക്കുന്ന ആ റോസ്റ്റഡ് പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കണം. ഇനി നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റൊക്കെ ചേർത്തൊരു മിശ്രിതം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അവസ്ഥ എന്തായെന്ന് നോക്കാം. അത് നമ്മുടെ ബ്രൗണിക്ക് പറ്റിയ രീതിയിലോട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് ആ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല കട്ടിയായിട്ടുണ്ട്. ഈ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് വരേണ്ടത് കേട്ടോ. എന്നാലേ നമ്മുടെ ബ്രൗണി നന്നായിട്ട് സെറ്റ് ആവത്തുള്ളൂ. ഇനി ഇതൊരു ഗ്ലാസ് ബൗളിലോട്ട് നമ്മൾ നന്നായിട്ട് ലെയറായിട്ട് നല്ല സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ ടോപ്പ് ലെവലിൽ നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഇല്ലേ, പീനട്ടൊക്കെ ചേർത്ത് അതും കൂടി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ലെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ ഒരു ഭംഗിക്ക് കുറച്ച് റോസ്റ്റഡ് പീനട്ടും കൂടെ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി അടച്ചിട്ട് ഏകദേശം ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോഴത്തേന് നമ്മുടെ പീനട്ട് ചോക്കോ ബ്രൗണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.